ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് 2022 ഒരു പുതിയ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോണത്. ഇന്ന് ജനുവരി 16 അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമ്പോൾ ഇവിടെ സ്നോഫോള് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് US-ലെ ജോർജിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. പൊതുവേ ഈ ഒരു സ്റ്റേറ്റിൽ സ്നോഫോളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. നല്ല തണുപ്പും കാറ്റൊക്കെ, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ സ്നോഫോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ സ്നോഫോളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. ഇപ്പോൾ സ്നോഫോൾ വീണ് കുറച്ചധികം കൂടുതലായിട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്നോഫോള് തുടക്കത്തിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇങ്ങോട്ട് ജോർജിയയിലൊക്കെ സ്നോഫോൾ ഭയങ്കര കുറവാണ്. സ്നോഫോൾ ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പം ഇവിടെ സ്നോഫോൾ വരാൻ കാരണം ഇപ്പോൾ കാലിഫോർണിയയിൽ നിന്നും ഇങ്ങനെ സ്നോ സ്റ്റോം ഈ ഒരു സൈഡിലോട്ട് വന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ സ്നോഫോൾ വരാനായിട്ട് കാരണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം സമ്മറൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ഗ്രീൻ ആയിരിക്കും. കാരണം അത്ര അധികം മരങ്ങളുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും റോഡ് സൈഡിലും. അമേരിക്കയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇവിടുത്തെ ഗ്രീനറിയാണ്. നമ്മൾ എവിടെ ചെന്നാലും ഇതേപോലത്തെ സ്ഥലങ്ങൾ കാണാം. നമ്മൾ TV-യിൽ കാണുന്ന പോലെ വലിയ വലിയ ബിൽഡിങ്സ് മാത്രമല്ല, ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ബാക്കി കാഴ്ചകൾ നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് കാണാം. ഇവിടെ സ്പ്രിങ്ങിലും നല്ല രസമായിരിക്കും. ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്താൽ മതി. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഈ മരം നല്ലോണം ചെറിയ ബ്ലോസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാം മറ്റേ ഫുൾ വെള്ള കളർ മരമല്ല, അതുകൊണ്ട് റോസ് കളറുണ്ട്. രണ്ട് കളർ വരും. അത് നല്ല രസമാണ്. അതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിലില്ല, ഇങ്ങനെ മൊത്തം ഇങ്ങനെ വീട് നടക്കും. നല്ല രസമാണ് കാണാനായിട്ട്. മരത്തിൽ വേറൊരു കളർ കാണൂല. നല്ല രസമുണ്ട്. ഞങ്ങളിപ്പോൾ നമ്മുടെ വീടിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വീടൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നേക്കുവാണ്. ഇത് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ഇവിടെ ഫുള്ള് റോഡിന് അപ്പുറത്ത് വീടുകളാണ്. അപ്പോൾ നോക്കി ഫോട്ടോ എടുത്തിട്ട് ബാക്കി കഴിച്ചു. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് സ്നോഫോൾ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ സ്നോഫോള് അല്ലേ. സൂപ്പറായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് കണ്ടോ, ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ സൈഡിലായിട്ടുള്ള വീടുകളുള്ള സ്ഥലമാണിത്. കണ്ടോ, ഇവിടെയൊക്കെ കംപ്ലീറ്റ് വീടുകളാണ് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിലുള്ള മുറ്റാണിത്. അവിടെയും കംപ്ലീറ്റ് ഇതുപോലെ സ്നോ ഒക്കെ വീട് അടാറായിട്ട് സൂപ്പറായിട്ട് നിൽക്കുവാണ്. കണ്ടാ, കൊറേ പേര് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എൻജോയ്. അപ്പൊ എല്ലാരും ഇവിടെ എൻജോയ് ചെയ്യുവാണ് ഈ ഒരു സ്നോഫോള്. വിഷ്ണു ചേട്ടാ ഫോട്ടോ എടുക്കണം. വിഷ്ണുചേട്ടാ വാ, ഫോട്ടോ. വിഷ്ണുന്റെ ഫോട്ടോ എടുക്കണ്ടേ? എന്താ വാ, നിർബന്ധിക്കണമെന്നൊക്കെ നിർബന്ധിക്കണ്ട. നമുക്ക് പോവാ. നമ്മളിന്ന് നമ്മുടെ വിഷ്ണുചേട്ടൻ്റെ കാറിലാണ് വന്നേക്കണത്. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഈ ഏരിയയിൽ. കാരണം ഇത് നമ്മൾ ടൂർ വന്നേക്കണ ഒരു സ്ഥലം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെയുള്ള വീടും പരിസരവുമാണിത്. ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ഹില്ലി സൈഡാണ്, ഹില്ലി ഏരിയയിലാണ് ഇവിടുത്തെ
മഞ്ഞളും എല്ലാം ഉള്ളത്. ഇഷ്ടായില്ലേ ഫസ്റ്റത്തെ സ്നോഫോള്? സൂപ്പറായിരുന്നു. ഇഷ്ടമായതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. മഞ്ഞ് കൂടിയട്ടോ, നല്ല മഞ്ഞായി. മഞ്ഞുകൂടി അപ്പോഴാണ് ഡ്രൈവ് ഒരു രസമായിരുന്നു. നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നേക്കണേണ്. നമുക്കിനി ഈ പാർക്ക് ചുറ്റും ഒന്ന് ഫുൾ നടന്ന് കണ്ടിട്ട് വരാം. അല്ലോ, നിങ്ങക്ക് ഇങ്ങനെ പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റണ്ട. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ദൂരെ നിന്ന് കുറെ പക്ഷികളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാം. കണ്ടാ, നമ്മള് പാർക്കിലേക്ക് നടന്നു വരുന്നൊരു വഴിയാണിത്. വഴി കംപ്ലീറ്റ് സ്നോ വീണിട്ട് സ്നോ കൊണ്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ഫീലാണ്. കണ്ടോ, അത്രയും സ്നോ ആണ് വഴിയിൽ കംപ്ലീറ്റ്. ഈ ഒരു വൈറ്റ് ബ്ലാങ്കറ്റ് ഇട്ട പോലെയാണ് സ്നോ ഇങ്ങനെ കിടക്കണത്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും സ്നോ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നടക്കണ വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്നോ വീണ്. എന്നാൽ കുറേ സ്നോഫോളും ഇല്ല, കുറച്ച് സ്നോഫോളേ ഉള്ളൂ. അതുകൊണ്ടൊരു എന്താ രസമുണ്ട് നടക്കാനായിട്ടാണെങ്കിലും നമുക്ക് ഭയങ്കര സുഖമാണ്. ഈ പാർക്കിനെ കുറിച്ച് എഴുതി വെച്ചേക്കണ ഒരു ബോർഡാണിത്. സ്നോ കംപ്ലീറ്റ് സ്നോ കൊണ്ട് മൂടി. ഇതൊരു ഫയർ പ്ലേസ് ആണ്. എന്താ, ഫയർ പ്ലേസിന് ചുറ്റും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി സ്റ്റെയർ ഇറങ്ങിയിട്ട് അതുവഴി കറങ്ങി നടക്കാം. ഇത് കണ്ട, ഈ വഴി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നമുക്ക് അവിടെ നിന്നിട്ട് ഈ ഒരു പുഴയിലെ കാഴ്ചകളൊക്കെ കാണാം. സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കുറേ താറാവിനൊക്കെ കാണാറുണ്ട്. ആ പുഴയുടെ അപ്പുറത്തായിട്ട് കംപ്ലീറ്റ് കാടാണ്. വലിയ കാടാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഞാൻ സൈനിങ് ഓഫ്.